ഓപ്പണിംഗ് സീനിൽ കൊവാക്കിയും ഹേമാവരിയും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് അക്കാദമി ലക്ഷ്യമാക്കി നടന്നു പോവാണ്. ഹേമാവരിക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സന്തോഷമാണ്. കാരണം അവളുടെ കൂടെ തന്നെ കൊവാക്കിയുണ്ട്. അതുമാത്രമല്ല ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് അവരുമായിട്ട് നല്ലൊരു ബോണ്ടിങ് അവൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. കൊവാക്കി, നീ ഇപ്പോ ഒരുപാട് പേരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തില്ലേ? പ്രത്യേകിച്ച് നിന്റെ പ്രിൻസസ്. തീർച്ചയായിട്ടും നിന്റെ മിഷൻ അത് കംപ്ലീറ്റ് ആവും. ടീച്ചേഴ്സിനൊക്കെ ഇപ്പൊ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. നീ അക്കാദമിയിൽ വരുന്ന സ്ഥിതിക്ക് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടെ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയെന്ന് പറയും. അത് കേട്ട് കൊവാക്കിയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്കതിനൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. സത്യത്തിൽ ഹൊക്കാഗെ നറൂട്ടോ അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ മിഷൻ ഞാൻ ഏറ്റെടുത്തത്. നിങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഈ പ്രായത്തിൽ പഠിക്കുന്നത് എനിക്ക് വലിയ അപമാനം തന്നെയാണ്. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിനെയും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടന്നു വരികയാണ്. അല്പസമയം കഴിഞ്ഞ് അവർ ക്ലാസ്സിലേക്ക് വരും. ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് വളരെയധികം എക്സൈറ്റഡ് ആണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ജിപ്സു ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് ഇന്ന് സ്പെഷ്യൽ ഇൻസ്ട്രക്ടർ വരുന്നുണ്ട്. അത് കേട്ട് ഹേമാവരിയും ഹാപ്പി ആയിട്ടിരിക്കും. കൊവാക്കിക്കാണെങ്കിൽ അതിലൊന്നും ഒട്ടും തന്നെ താല്പര്യമില്ല. അവരുടെ ടീച്ചർ ആണെങ്കിൽ കടന്നു വരും. അതിനുശേഷം സ്റ്റുഡൻസിനോട് പറയും, ഇന്ന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ടീമിന്റെ ചില ട്രെയിനിങ്ങുകളൊക്കെയാണ്. സോ തീർച്ചയായിട്ടും ഈ സെക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടാവെന്ന് പറഞ്ഞ് ടീം 7നെ അവിടേക്ക് വിളിക്കുകയാണ്. ഹേമാവരി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കൊവാക്കിക്കാണെങ്കിൽ വല്ലാത്തൊരു അപമാനം തോന്നും. അവിടെയുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവർ ട്രെയിനിങ് എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ കൊവാക്കിയോട് പറയും, കൊവാക്കി, നിന്റെ ടീച്ചർ അവരെന്തു പറയുന്നോ അതുപോലെ തന്നെ നീ ചെയ്യണം. കൊവാക്കിക്കാണെങ്കിൽ അവന്റെ മൊത്തം കൺട്രോളും പോയി ഒരുപാട് ദേഷ്യത്തിൽ അവൻ അങ്ങനെ പല്ല് കടിച്ചു നിൽക്കും. അതിനുശേഷം ബൊറൂട്ടോ ടീമാണെങ്കിൽ സ്റ്റുഡൻസിനെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് ട്രെയിനിങ് എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ റെസർഗൺ പവർ അവർക്ക് മുൻപിൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. പ്രിൻസസ് ആണെങ്കിൽ അത് കണ്ട് ഇംപ്രസ്ഡ് ആയി ഇപ്പോ ഹേമാവരിയോട് പറയും, വാവ്, നിന്റെ ബ്രദർ ശരിക്കും വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഷിനോബി തന്നെയാണ്. അത് കേട്ട് അവളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ പോയ അണ്ണാനെ പോലെ അങ്ങനെ നിൽക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ കൊവാക്കിയെ തന്നെ നോക്കും. കൊവാക്കി ആണെങ്കിൽ മാക്സിമം കൺട്രോൾ ചെയ്ത് അങ്ങനെ നിൽക്കും. ബൊറൂട്ടോ ഡൈവേർട്ട് ചെയ്ത് കൊവാക്കിയുടെ അടുത്തേക്ക് വരും. ഞാനിപ്പോൾ നിന്റെ ഇൻസ്ട്രക്ടറാണ്. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ പോലെ നല്ലൊരു ഷിനോബിയാക്കി എനിക്ക് നിന്നെ മാറ്റാൻ കഴിയുമെന്ന് പറയും. അതിന് അവൻ പല്ല് കടിച്ച് തിരിഞ്ഞ ശബ്ദത്തിൽ ബൊറൂട്ടോട് പറയും, ഞാൻ ഓൾറെഡി കെനിയനായതാണ്. എനിക്ക് നിന്റെ സഹായം അത് ആവശ്യമില്ല. ഓവർ സ്മാർട്ട് ആവാൻ എൻ്റെ അടുത്ത് വരാൻ പാടില്ലെന്ന് പറയും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ നിർത്താതെ അവനെ വെറുപ്പിക്കുകയാണ്. കമോൺ, എന്നോട് എന്തെങ്കിലും സംശയം ചോദിക്കാൻ പറഞ്ഞ് അവന്റെ ഷോൾഡർ പിടിച്ച് വലിക്കും. ഇപ്പോൾ പോയ കവാക്കി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ ആഞ്ഞടിക്കുകയാണ്. സാറഡ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ബൊറൂട്ടോയെ അവിടുന്ന് പിടിച്ചു മാറ്റും. അതിനുശേഷം സാറഡ അവിടാണെങ്കിൽ ഫയർ സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ സെൻസായി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കായി വിളിച്ചു പറയും, കുട്ടികൾ ഒരു കാരണവശാലും അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. ചില കുട്ടികളാണെങ്കിൽ ടീച്ചർ പറയുന്നത് കേൾക്കാതെ അതിന്റെ അടുത്തേക്ക് പോകും. അതിന് ടീച്ചറാണെങ്കിൽ വിൻസ്റ്റൈൽ ഉപയോഗിച്ച് അവരെ കൺട്രോൾ ചെയ്യാണ്. നിങ്ങൾ ഒരു കാരണവശാലും അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. അതൊക്കെ പവർഫുൾ ആയ ജിപ്സുകളാണ്. അതിന്റെ ഇടയിൽ പെട്ടുപോയാൽ നിങ്ങൾ ഇല്ലാതാവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആൻഗോയും ഷീനോയും അവർ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ടീച്ചർക്കാണെങ്കിൽ അവരുടെ ടെൻഷൻ കൂടി വരും. കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ഉള്ള പേടിയാണ് അവരുടെ മനസ്സിൽ. നമ്മുടെ ആൾക്കാരാണെങ്കിൽ നിർത്താതെ ഓരോരോ ജിപ്സുകൾ അവർക്ക് ചെയ്തു കാണിക്കും. കുട്ടികളാണെങ്കിൽ ആസോ അടക്കി പിടിച്ച് കണ്ണിമ ചിമ്മാതെ അതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ബൊറൂട്ടോ ആണെങ്കിൽ 10 ബർഗറുമായിട്ട് അവിടേക്ക് എത്തും. ഇതൊരു തണ്ടർ ബോൾട്ട് ചലഞ്ചാണ്. സത്യത്തിൽ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഫുഡ് കിട്ടാതെ ബുദ്ധിമുട്ടാറുണ്ട്. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ട്രെയിനിങ്ങും മത്സരവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുള്ളതായി തീരുമെന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ ചിലവരുടെ കയ്യിൽ ഓരോ ബോൾസ് കൊടുക്കുകയാണ്. അതിനുശേഷം അവരോട് പറയും, നിങ്ങൾ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആദ്യ ഗെയിം തീരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോൾ ഉണ്ടാവുക എന്ന ഇൻസ്ട്രക്ഷനോട് കൂടെയാണ്. അതായത് ബോൾ ഇല്ലാത്തവര് ബോൾ ഉള്ളവരുടെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുക. ബോൾ ഉള്ളവര് അത് വിട്ടുകൊടുക്കാതെ അവസാനം വരെ പ്രൊട്ടക്ട് ചെയ്യുക. അവസാനം ആരുടെയൊക്കെ കയ്യിൽ ബോൾ ഉണ്ടോ അവർക്കായിരിക്കും ഈ ബർഗർ കിട്ടുക എന്ന് പറഞ്ഞ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോരുത്തരും ബോളിന് വേണ്ടി ബോൾ ഉള്ളവരുടെ പിന്നാലെ പോവും. ആ ചുന്തിരിപ്പെണ്ണ് പിങ്കിയാണെങ്കിൽ അവളുടെ ഡ്രോൺ ഉപയോഗിച്ച് നൈസായിട്ട് ഒരു ബോൾ അങ്ങനെ അടിച്ചു മാറ്റിയെടുക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോ പറയും, സത്യത്തിൽ നല്ലൊരു ഗെയിമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മറ്റൊന്നുമല്ല.
ബർഗർ കിട്ടിയവര് കിട്ടാത്തവർക്ക് ഷെയർ ചെയ്ത് കഴിക്കുക എന്നതാണ്. അങ്ങനെ തീർച്ചയായിട്ടും അവർ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ 2 സ്റ്റുഡൻസ് മറ്റൊരു സ്റ്റുഡന്റിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവൻ പറയും, എനിക്ക് ഈ ബർഗർ ഒന്നും ആവശ്യമില്ല, എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അവന്റെ സ്നാക്സ് കഴിക്കും. ആ ചോക്ലേറ്റ് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും അത് വേണം തോന്നും. സോ ഇപ്പൊ ചോക്ലേറ്റിന് വേണ്ടി അവർ 2 ടീമായി പിരിഞ്ഞ് ബഹളം വെക്കുകയാണ്. കാര്യം അറിഞ്ഞ ബറൂട്ടോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ഒരിക്കലും കളിയിൽ ചീറ്റിംഗ് നടത്താനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ സാരമില്ല, ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ള ചൂടുള്ള ബർഗർ ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ആ ബർഗർ അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനവർ ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും ഞങ്ങളിത് വെറുതെ കഴിക്കില്ല, ഫൈറ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് ഞങ്ങൾ ജയിക്കണം, അതിനുശേഷം മാത്രമേ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് അവർ 2 ടീമായി ദേഷ്യപ്പെട്ട് അവിടുന്ന് കടന്നു പോവുകയാണ്. കട്ട് ചെയ്ത ഹീമാവരി ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ ഇപ്പൊ കവാക്കിയോട് പറയും, ഈ ഒരു മിഷൻ അതിങ്ങനെ തീരുമെന്ന് ഞാൻ കരുതിയില്ല, ഇതിപ്പോ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കവാക്കി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, നീ കരുതും പോലെയൊന്നുമില്ല, എല്ലാവരും പ്രിയ കുട്ടികളാണ്, നാളെ ആവുമ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം അവർ മറന്നു പോകുന്നു പറയും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ഹേമാവരി ആണെങ്കിൽ ക്ലാസ്സിലേക്ക് വരികയാണ്. ക്ലാസ്സിലാണെങ്കിൽ ആ പ്രിൻസസ് മാത്രമേ ഉള്ളൂ. പ്രിൻസസ് മാത്രമാണ് എത്തിയിരിക്കുന്നത്, ബാക്കി ആരും തന്നെ എത്തിയിട്ടില്ല. ഹേമാവരി ആണെങ്കിൽ കാര്യം അന്വേഷിക്കും. അതിന് അവള് പറയും, ഇന്നലത്തെ ആ ഒരു പ്രശ്നം അത് ഇതുവരെ സോൾവ് ആയിട്ടില്ല, 2 ടീമും സ്ട്രൈക്കിലാണെന്ന് പറയും. അത് കേട്ട് അവൾക്കാണെങ്കിൽ ടെൻഷൻ വീണ്ടും വർദ്ധിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് അവരുടെ ലേഡി സെൻസായി ടീച്ചർ അവരാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ ഷിനോട് പറയും, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല, കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് പോവാണ്. അതിന് ഷിനോ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ ടീമാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം അതെങ്ങനെ സോൾവ് ചെയ്യണം ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സാറുടെക്കും മീർച്ചയ്ക്കും 2 പേർക്കും ഒരുപാട് വിഷമം. ആക്ച്വലി കാര്യങ്ങൾ ഇങ്ങനെയായി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. ബൊറൂട്ടോ, നിന്റെ ഈ മിഷൻ, നിന്റെ ആ മത്സരം, അത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മൾ കുറച്ചുകൂടെ ഒരല്പം കൂടെ കെയർഫുൾ ആയിട്ട് വേണം കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാനെന്ന് പറയും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, നിങ്ങൾ കരുതും പോലെ ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, എനിക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, അതിന് എൻ്റെ കയ്യിലൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ആ പ്രശ്നക്കാരായ 4 കുട്ടികളെ അവരവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷം ബൊറൂട്ടോ അവർക്ക് നേരെ കുറച്ച് കാർഡുകളൊക്കെ എടുത്ത് നീട്ടും. ഇതൊരു പുതിയ ഗെയിമാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോബ്ലംസ് അത് ഇതോടുകൂടെ തീരുന്നു പറഞ്ഞ് അവരോട് ആ ഗെയിം കളിക്കാനായിട്ട് പറയുകയാണ്. പയ്യനാണെങ്കിൽ 7th ഹൊക്കാഗയുടെ ഫോട്ടോയും ആ പെണ്ണിന് 6th ഹൊക്കാഗയുടെ ഫോട്ടോയും കിട്ടും. അവർ 2 പേരും ഇപ്പൊ ഹൊക്കാഗമാരെ കുറിച്ച് പറഞ്ഞ് വീണ്ടും പൊരിഞ്ഞാട്ടി ഇടി ബഹളം. കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ബൊറൂട്ടോ ആണെങ്കിൽ വണ്ടടിച്ചിരിക്കും. ഉടനെ കൊവാക്കി ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് കുറച്ച് ഡംപ്ലിങ്സുമായിട്ട് വരികയാണ്. ഈ ഡംപ്ലിങ്സ് തീർച്ചയായിട്ടും ഇവർക്കിടയിലെ പ്രശ്നം അത് സോൾവ് ചെയ്യുന്നു പറയും. പക്ഷെ അവരാണെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ഫ്ലേവറുകളെ കുറിച്ച് സംസാരിച്ച് പരസ്പരം തർക്കിക്കും. വീണ്ടും വലിയ തർക്കത്തിലേക്ക് പോകും. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ അവരുടെ ടീച്ചർ ആളാണെങ്കിൽ ഒരുപാട് സമയം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് ആ പെൺകുട്ടിക്കും ആ പയ്യനും അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. ടീച്ചറാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ പെൺകുട്ടിയുടെ വീടിനടുത്തേക്ക് വരും. അതിനുശേഷം അവളോട് പറയും, നിന്റെ ഫേവറേറ്റ് പേഴ്സൺ അത് മൈഗയല്ലേ, ആളുടെ ചില കാര്യങ്ങൾ നിനക്ക് തരാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് മൈഗയുടെ ഒരു ഡോളറും ഒരു ഡ്രസ്സും അവൾക്ക് കൊടുക്കുകയാണ്. അത് കണ്ട പെൺകുട്ടിയാണെങ്കിൽ ഡബിൾ ഹാപ്പി. മാത്രമല്ല അവസാനമായിട്ട് ഒരു ലെറ്ററും അവളെ ഏൽപ്പിച്ച് ഇപ്പൊ ടീച്ചർ ആ ഡബ്ലിംഗ് ഷോപ്പിലേക്ക് വരും. ഇപ്പൊ സമയം കഴിയുമ്പോൾ ആ 2ാമത്തെ പയ്യൻ അവൻ അവിടേക്ക് കടന്നു വരും. ടീച്ചർ, ഈ സമയത്ത് എന്തിനാ എന്നോട് ഇവിടേക്ക് എത്താൻ പറഞ്ഞേ? ഉടനെ ടീച്ചർ ആണെങ്കിൽ ഇപ്പൊ അവനൊരു ഡംപ്ലിങ്സ് ഓർഡർ ചെയ്ത് കൊടുക്കും. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫുഡല്ലേ, എനിക്കറിയാം 7th ഹൊക്കാഗെ നിനക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. ഈ ഒരു ഡംപ്ലിങ്സ് അത് അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ഫുഡാണ് നിന്റെയും, സോ നീ ഇത് കഴിക്ക്, നിനക്ക് ഇത് ഹൊക്കാഗെ തന്ന ലെറ്റർ ആണെന്ന് പറഞ്ഞ് അത് കൊടുത്ത് ടീച്ചർ അങ്ങനെ കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഹേമാവരിയും കൊവാക്കിയും പ്രിൻസസും അവർ 3 പേരും ഇപ്പോ ക്ലാസ് റൂമിലേക്ക് വരികയാണ്. ക്ലാസ് റൂമിലാണെങ്കിൽ അപ്പോഴും ആരും തന്നെ ഇല്ല. അവർ നിരാശയിൽ പുറത്തേക്ക് നോക്കും. അപ്പോൾ ദൂരത്തായിട്ട് സ്റ്റുഡൻസ് എല്ലാവരും ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ടീച്ചറാണെങ്കിൽ തോളത്തേറ്റി എന്തൊക്കെയോ സാധനങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നത് കാണും. നമ്മുടെ ആൾക്കാരും അവിടേക്ക് ഓടിയെത്തും. അടുത്ത നിമിഷം ടീച്ചർ അവരോട് കണ്ണുകൾ അടയ്ക്കാനായിട്ട് പറയും. കുട്ടികളെല്ലാവരും അവരുടെ കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ്. ടീച്ചർ അവളുടെ പവർ ഉപയോഗിച്ച് ചെറി ബ്ലോസം ഫ്ലവേഴ്സ് അവർക്ക് മേലെ സ്പ്രെഡ് ചെയ്യാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. കൊവാക്കിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ടീച്ചർ
അവരുടെ ജിപ്സു പവർ വെച്ച് പേപ്പർ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ചെറി ബ്ലോസം ഫ്ലവേഴ്സ് ആണ് അവറ്റകൾ. ചെറി ബ്ലോസം ഫ്ലവറുകളാണ് അതെല്ലാം എന്ന്. അതിനുശേഷം ടീച്ചറാണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളൊക്കെ കൊടുക്കുകയാണ്. അതെല്ലാം കുട്ടികൾ ഹാപ്പിയായി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ലോങ് ഷോട്ടിൽ ബൊറൂട്ടോ ആൻറ്റിയും അവരാണെങ്കിൽ ആശ്വസിച്ച് നിൽക്കുകയാണ്. കാരണം അത്രയും വലിയൊരു പ്രോബ്ലം ടീച്ചർ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഷിനോയ്ക്കും ആൻഗോ ടീച്ചറിനും വല്ലാത്തൊരു കോൺഫിഡൻസ് തോന്നും. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.